ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മന്തിയാണ്. മിനിറ്റുകൾക്കുള്ളിൽ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റോട് കൂടിയ ചിക്കൻ മന്തി പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മന്തി മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ടയുടെ പീസ്, ഒരു ഡ്രൈ ലെമൺ, 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൈസസ് മുഴുവനായിട്ടും ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ സ്പൈസസ് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ മന്തി മസാല പൗഡർ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി മന്തി തയ്യാറാക്കി എടുക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് പാക്കറ്റിലുള്ള മന്തി മസാല പൗഡറൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ സ്പൈസസ് മുഴുവനായിട്ടും 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ സ്പൈസസ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 1.5 കിലോ വരുന്ന ചിക്കൻ മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ചിക്കൻ. ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മന്തി മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ചിക്കൻ മാഗി ക്യൂബ് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്കാകാൻ വേണ്ടി വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക, 6 ഗ്രാമ്പു, 1 പീസ് പട്ട, ഒരു 10 കുരുമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3-4 ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം മാത്രം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ലോങ് റൈസ് ആണ്. ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാന് പകുതി അടച്ചു വെക്കാം. റൈസ് ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. 90% മാത്രം കുക്കായാൽ മതി. ഇപ്പം നമ്മുടെ റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. നമ്മുടെ റൈസ് ഓവർ കുക്ക് ആയിട്ടില്ല, 90% മാത്രമേ കുക്കായിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിനി വീണ്ടും പാന് ചൂടാക്കാം. പാന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇന്നേ വരെ നിങ്ങൾ ചിക്കൻ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ചിക്കൻ മുഴുവനായിട്ടും നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാന് അടച്ചു വെക്കാം. ചിക്കൻ നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 7 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് 3 മിനിറ്റ് തുറന്നു വെച്ചിട്ടുമാണ് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിലുണ്ടായിരുന്ന ഓയിലിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ചിക്കൻ്റെ മുകളിലൂടെ നമുക്കിനി കുക്കായ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓയിൽ മസ്റ്റാണ്, എന്തായാലും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റീൽ ബൗൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്മോക്ക് വരുന്ന സമയത്ത് നമ്മുടെ പാന് നമുക്ക് അടച്ചു വെക്കാം. റൈസ് നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ചാർക്കോൾ നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.